ഹലോ, ഇന്നലെ തുമ്പി നമ്മുടെ സലൂണിൽ വന്നതാണ് കേട്ടോ. അഞ്ചു ചേച്ചിയും തുമ്പി ഇവിടെ എൻ്റെ കസിനാണ്. പിന്നെ ഇത് ബാലവീറിന്റെ ഒരു എഫക്റ്റ് ആണ് കണ്ടത് കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു തയ്യാറാക്കാൻ, അതെല്ലാം ചെയ്തു. പിന്നെ പിന്നെ ഉണ്ണിമോളെ കുറച്ച് നേരം അടുത്തൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇന്ന് മുട്ട സ്റ്റൂവും പുട്ടുമായിരുന്നു കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഞാനും ഏട്ടനും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തിരക്കിലാണ്. എനിക്ക് നടുവിന് വയ്യായിരുന്നു, ഇന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ എൻ്റെ ഏട്ടന് ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുതിരച്ചിറ CPM കൊടുത്തതാണ്, ആദരിക്കൽ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് എൻ്റെ ഏട്ടൻ ഇവിടം വരെ എത്തിയത്. ഏട്ടൻ്റെ അച്ഛനിൽ നിന്ന് തുടങ്ങിയതാണ് ആർട്ട് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം. അത് ഇടയ്ക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് നിർത്തിയെങ്കിലും പിന്നീട് അത് ഞങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇന്ന് പുനലൂരിൽ നമ്പർ 1 പ്രസ് ചെയ്താന്ന് വെച്ചാൽ എല്ലാവരും പറയും ഞങ്ങളുടെ പ്രിൻ്റ് ആർട്ടാണെന്ന്. അപ്പോൾ അത് ഏട്ടൻ്റെ ഒരു വിജയം തന്നെയാണ്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വന്നു, ഡോക്ടറിനെ കണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേദനയുടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ചുടുകട്ടയില്ലേ, അവിടുന്ന് മാത്ര റോഡുണ്ടല്ലോ, അവിടെ വീട്ടിൽ ഊണുണ്ട്. കപ്പയും എല്ലുകറിയാണ് അവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് ഞാൻ തള്ളി മറിക്കുന്നൊന്നും അല്ല കേട്ടോ. അവിടെ നിങ്ങൾ ഒരു വട്ടം പോയി കഴിച്ചു നോക്കുക, എന്നിട്ട് പറ കേട്ടോ. ഇത് ഏട്ടൻ ചിരിക്കുന്ന ചേട്ടൻ അവിടുത്തെ സ്ഥിരം ആളാണ് കേട്ടോ. അപ്പം ഞാൻ വൈഫാന്ന് പറഞ്ഞപ്പോൾ നീ അന്ന് കൊണ്ടുവന്ന പെണ്ണ് ഏതാന്ന് അവിടുത്തെ ഓണർ ചോദിച്ചതാ. ഞാനും ഒന്ന് പേടിച്ച് കേട്ടൊന്നും അല്ലാതെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് എല്ലുകറി, പിന്നെ പരിപ്പ്, രസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഊണിന് 120 110 എങ്ങാണ്ടാണ്. പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല മീൻ വറുത്തൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് തന്നെയൊക്കെ. കഞ്ഞിവെള്ളമാണ് നമുക്ക് കുടിക്കാൻ തരുന്നത് കേട്ടോ അവിടെ വെള്ളത്തിന് പകരം. അപ്പം പരിമിതിയാണ് അവിടെ ഇരിക്കാനൊക്കെ, പക്ഷേ അവിടെ അടിപൊളി ഫുഡാണ്. എല്ലാവരും ഒന്ന് എന്തായാലും പോയി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാത്രയിലോട്ട് പോകുന്ന വഴിക്ക് വലത്തെ സൈഡിലാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ സെൻറ് തോമസ് സ്കൂളിൽ വന്ന് നവമിയുടെ ഫീസ് ഒന്ന് അടയ്ക്കണമായിരുന്നു. അതെല്ലാം അടച്ചിട്ട് പിന്നെ അവിടെ നേരെ ഇറങ്ങിയിട്ട് അംഗൻവാടി പോകണമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയിട്ട് ഇറങ്ങിയ സമയത്ത് റൊണാൾഡോയുടെ തൊട്ട് താഴെ ആയിരിക്കുന്നു പ്രിൻ്റ് ആർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.